അടിയന്തര പരോൾ ലഭിക്കാൻ വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ഉത്ര കൊലക്കേസ് പ്രതി സൂരജ്. പിതാവിന് ഗുരുതര അസുഖമുണ്ടെന്ന് കാണിച്ചായിരുന്നു പരോൾ നേടാൻ ശ്രമിച്ചത്. തട്ടിപ്പ് കണ്ടെത്തിയ പൂജപ്പുര ജയിൽ അധികൃതർ സംഭവത്തിൽ സൂരജിനെതിരെ ജയിൽ സൂപ്രണ്ടിന് പരാതി നൽകി. വിഷയത്തിൽ സൂരജിനെയും അമ്മയെയും ചോദ്യം ചെയ്യും. പ്രജിത്ത് ചേരുന്നു. പ്രജിത്ത്, വിവരങ്ങൾ. ഈ സൂരജ് നേരത്തെ തന്നെ പരോളിന് അപേക്ഷ നൽകിയിരുന്നു. ഇത് തള്ളിയതിനു ശേഷം വീണ്ടും സമർപ്പിച്ച അപേക്ഷയോടൊപ്പം അച്ഛന് ഗുരുതരമായ അസുഖമാണെന്ന രീതിയിൽ കാണിച്ചുകൊണ്ടായിരുന്നു ഒരു അപേക്ഷ നൽകിയത്. ഈ അപേക്ഷയിലാണ് സംശയം തോന്നി കൂടുതൽ പരിശോധനകൾ നടത്തിയപ്പോഴാണ് വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയതായി കണ്ടെത്തിയത്. ഈ സൂരജിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സൂരജിന്റെ ഈ സമർപ്പിച്ച മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകിയ ഡോക്ടറുമായി ജയിലധികൃതർ ബന്ധപ്പെട്ടു. അപ്പോൾ താൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടെന്നും പക്ഷേ അതിൽ ഗുരുതര രോഗമില്ല എന്നുള്ള അങ്ങനെ ഒരു ഗുരുതര രോഗമുണ്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നും ഈ ഡോക്ടർ വ്യക്തമാക്കി. ഇതേ തുടർന്നാണ് ഇത്തരത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റ് നൽകിയതായി മനസ്സിലാകുന്നതും. പ്രത്യേകിച്ച് ഈ സർട്ടിഫിക്കറ്റ് കയ്യിൽ വാങ്ങിയതിനു ശേഷം ഈ അച്ഛന് ഗുരുതര അസുഖമാണെന്ന രീതിയിൽ അതിൽ എഴുതി ചേർത്തു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രാഥമികമായ വിലയിരുത്തൽ. സൂരജിന്റെ അമ്മയാണ് ഈ രീതിയിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ജയിലിൽ ഹാജരാക്കുന്നത്. എന്തായാലും പൂജപ്പുര ജയിലധികൃതരുടെ പരാതിയിൽ ഇപ്പോൾ പൂജപ്പുര പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ സൂരജിനെയും സൂരജിന്റെ അമ്മയെയും ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ വ്യാജ പരോൾ സർട്ടിഫിക്കറ്റൊക്കെ പരോൾ നേടാൻ വേണ്ടി വ്യാജ സർട്ടിഫിക്കറ്റൊക്കെ ലഭ്യമാക്കി നൽകുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഇടപെടലുകളോ ഇവരുടെയൊക്കെ സഹായങ്ങളോ സൂരജിന് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയവും നിലനിൽക്കുന്നു. എന്തായാലും ഇതിൽ കൂടുതൽ പരിശോധനയും അതിനുശേഷം കടുത്ത നടപടികളും ഉണ്ടാകുമെന്നുള്ളതാണ് ജയിൽ അധികൃതർ അറിയിക്കുന്നത്. ശരി, പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്.